ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എവറിത്തിങ് വിത്ത് ബേബി. അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഈ വീട്ടിലെ, സിംഗപ്പൂരിലെ വീട്ടിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ഓസ്ട്രേലിയക്ക് പോകുവാണ്. വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി ജസ്റ്റ് നമ്മുടെ വലിയ ഫർണിച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ ഈ വീട് റെൻറ്റിന് കൊടുക്കുമ്പം അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ പെട്ടിയിലാക്കി. ഇനി റെഡി ആയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ബൈ പറയുകയാണ് കേട്ടോ. അപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് രാവിലെ സിംഗപ്പൂർ ടൈം 10 AM നമ്മുടെ ഓസ്ട്രേലിയൻ ഫ്ലൈറ്റ്. നിപിൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഫുൾ പാക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ ബഹളങ്ങളായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്ക് സിംഗപ്പൂർ വിട്ട് പോകുന്നത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളും പോയി കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒക്കെ കാണാം. സ്റ്റിൽ രാത്രിയാണ്, ഇരുട്ടാണ്, നമ്മുടെ വെളുപ്പിനെയാണ് കേട്ടോ. അപ്പോഴത്തെ ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെയിൽവേ പാളത്തിൻ്റെ അടുത്തായതുകൊണ്ട് ട്രെയിൻ പോകുന്നതൊക്കെ സമയം അറിയാൻ പറ്റും. ഫസ്റ്റ് ട്രെയിൻസൊക്കെ എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ് ആ ഡേ ആയപ്പം എനിക്ക് മൊത്തത്തിലൊരു മിക്സഡ് ഇമോഷൻസ് ആണ്. എവിടെയൊക്കെ പോയാലും തിരിച്ച് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഹോം എന്നുള്ള രീതിയിൽ ഭയങ്കര കംഫർട്ട് തന്നിരുന്നൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇനി മിസ് ചെയ്യും എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അവസാന റൗണ്ട് ഓഫ് പാക്കിംഗ് ആണേ. നമുക്ക് കൊണ്ടുപോകാനുള്ള ലഗേജാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം നമ്മുടെ തന്നെ ലഗേജാണ്. അവസാനം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി നിറച്ച് നമുക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി കിച്ചണിൽ ചായ ഉണ്ടാക്കുന്നു. നമുക്ക് ചായ കുടിച്ച് ഉന്മേഷത്തോടു കൂടി ഇറങ്ങാം. അല്ലെങ്കിൽ ചിലപ്പം ഉറക്കപ്പിച്ച് വന്ന് നമുക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നും. ഇതിന് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഇതിന് ഭയങ്കര സങ്കടം വിട്ടിട്ട് പോകാൻ. ഞാൻ പിന്നെ ഓൾറെഡി ഒന്ന് പോയതായതുകൊണ്ട് എനിക്ക് അത്രയും ദുഃഖമില്ല ഇപ്പം, അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ വീട്, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കുറേ നമ്മുടെ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു വീടാണിത്. അപ്പം നമ്മൾ അതിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു വിഷമം. ലൈഫ് ഇങ്ങനെയല്ലേ, ചില സമയത്ത് പുതിയ കാര്യങ്ങളോട് നമ്മൾ വേഗം യൂസ്ഡ് ആകും. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു സങ്കടം. ഇത്രയും പെട്ടികൾ ഇനിയിപ്പോൾ നമ്മൾ കയറ്റണം കേട്ടോ. അതാണ് അടുത്ത വലിയ ചാലഞ്ച്. അപ്പം നമ്മളങ്ങനെ എല്ലാം വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞു, എല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചില കഴിയുമ്പോൾ അങ്ങ് പോകാം, അല്ലേ? എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിരാവിലെ 6 മണിയാണ്. empty വീടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം empty വീട്. ഇതൊരു മുറി. ഇവിടെ കട്ടിലൊക്കെ കിടന്നാണ്. ഇപ്പം നമ്മൾ ആകെ ഒരു ക്യാബിനറ്റ് മാത്രം ഇവിടെ ആക്കി. പിന്നെ ഈ മുറി നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, അത് നമ്മൾ വലിയ കട്ടിൽ കൊണ്ടുപോയി ഇപ്പോൾ ഒരു കുഞ്ഞു കട്ടിലേ ഉള്ളൂ ഇവിടെ. അപ്പം ഇത് റെൻറ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു സെറ്റപ്പിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. സിംഗപ്പൂർ ഒരു എക്സ്പെൻസീവ് കൺട്രിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു കാറൊന്നും ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് 2 ടാക്സി വിളിച്ചാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ 2 ടാക്സി വിളിച്ചാലും പോരാ, നമ്മുടെ ഈ ലഗേജൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുമോ എന്നുള്ളതും ഉറപ്പില്ല. കാരണം ഇവിടെ നമ്മുടെ ടാക്സി എന്ന് പറയുന്നത് നമ്മുടെ പാസഞ്ചർ സർവീസിനാണ്, ലഗേജിനല്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലഗേജ് എല്ലാം ടാക്സിയിലേക്ക് കയറ്റുന്നതിൻ്റെ ആ ഒരു തന്ത്രപ്പാടാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോസിലെല്ലാം കാണുന്നത്. അല്ല, പർപ്പിൾ ആദ്യം കയറട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് അത് കയറില്ലടാ, അത് കയറില്ല. ഈ സെയിം സെറ്റ് ഓഫ് ലഗേജ് നമ്മൾ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞപ്പം ഒറ്റ കാറിൽ കയറി എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡിഫറൻസ് എന്നുള്ളത്. പക്ഷേ സിംഗപ്പൂരിന് അതിൻ്റേതായ വേറെ കുറേ ക്വാളിറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മോർണിംഗ് ആയി. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാവിലെ 10 മണിക്കാണ്. ഓസ്ട്രേലിയക്ക് പോകുന്നവർക്കറിയാം, നമ്മൾ പാക്കേജിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. നമുക്ക് ലൂസായിട്ടുള്ള കണ്ടൻസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളൊരു ടെൻഷനും നമുക്കുണ്ട്.
ലാസ്റ്റ് നിമിഷം നമുക്ക് കൈ കിട്ടിയതെല്ലാം നമ്മൾ പെട്ടിയിലേക്ക് എടുത്തിട്ടായിരുന്നു. അതുകൊണ്ട് വെയിറ്റും കുറച്ച് എക്സസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനിലാണ് കേട്ടോ. നമ്മളങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തി. 2 ടാക്സിയിലായിട്ട് വന്നു. ഇപ്പം ചെക്ക് ഇൻ ചെയ്യാനായിട്ട് എൻ്റെ പാസ്പോർട്ട് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ പാസ്പോർട്ട് കയർസിൽ വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് കൗണ്ടറിൽ പോകണം. ഒന്നും പറയണ്ട ഗൈസ്, നമ്മുടെ വെയിറ്റ് ഒക്കെ ഭയങ്കര മെസ്സായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഒരാൾക്ക് 40 kg ആയിട്ടോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ഗ്രൂപ്പ് ചെയ്ത് 80 kg ആക്കി വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, ഒരാൾക്ക് സെപ്പറേറ്റ് 40 അങ്ങനെ ഇൻഡിവിജ്വൽ ആക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ടൈം പോയി. കുറേ സാധനങ്ങൾ നമ്മൾ എടുത്ത് കളഞ്ഞു. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് അതെല്ലാം കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും നേരമില്ല. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തനുസരിച്ച് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. ഇവിടുന്ന് ഇങ്ങനെ ഇനി ഓസ്ട്രേലിയ ചെന്ന് കഴിയുമ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. പാവം ഞങ്ങൾ കുഞ്ഞിനെ ഹാൻഡ് ക്യാരിയൊക്കെ കൊടുത്ത് ഒരു സ്ഥലത്ത് ഇരുത്തിയേക്കുമായിരുന്നു. അപ്പോൾ അവളുടെ അടുത്താണ് ബാക്കിയുള്ള നമ്മുടെ റെസ്റ്റ് ഓഫ് ദി ഐറ്റംസൊക്കെ. അവിടെ വെച്ചിട്ട് അവസാന നിമിഷം എന്താ പറയുക, നമ്മുടെ മാക്സിമം നമുക്ക് വിഷമിക്കാനുള്ള സമയം എന്തായാലും തന്നില്ല. കാരണം അതുപോലെ നമ്മൾ പാക്കിങ്ങും ഹറിബറി ആയിപ്പോയി. അപ്പം കുഞ്ഞോടും ചിറ്റോടെയൊക്കെ നമ്മൾ ബൈ ബൈ എല്ലാം പറഞ്ഞു. അവർ പോയി. അങ്ങനെ സിംഗപ്പൂരായിരുന്നു ഇത്രയും നാളും നമ്മുടെ ഒരു ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പം അകത്ത് കയറി. ഇനി ഇവിടെ നിന്ന് വല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാം. നമ്മൾ പോകുന്ന സ്കൂട്ടാണ് കേട്ടോ. സ്കൂട്ടിൻ്റെ ആയതുകൊണ്ട് നമുക്കവിടെ ഓർഡർ ചെയ്യുന്ന ഫുഡേ ഉള്ളൂ. ബഡ്ജറ്റ് എയർലൈനാണ്. അങ്ങനെയാണ്. അപ്പം അല്ലേ, അതുകൊണ്ട് കുറച്ച് നമ്മൾ എല്ലാം പക്കയായിരിക്കണം. പക്ഷെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഉടായ്പൊന്നും പറ്റില്ല. ലഗേജ് ഇപ്പം ലഗേജ് കൂടരുത്. അത് കറക്റ്റ് അവർ പറയുന്ന ആ സ്പെസിഫിക്കേഷൻസിൽ വേണം. അതൊക്കെ കുറച്ച് നിർബന്ധമാണ് അവർക്ക്. ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. ഫുഡ് കോർട്ടിലേക്ക് പോവാം. പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനല്ല, നിബിന് എനർജി വേണം, പ്രോട്ടീൻ വേണം. ഇതിന് പക്ഷേ ഫ്രൈഡ് ഒക്കെ അല്ലേ, ക്യാരറ്റ് കേക്ക്. ഇതിന് വേണോ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അല്ലേ, ഇവിടുത്തെ ഫേവറേറ്റ് ആയിരുന്നു അല്ലേ ക്യാരറ്റ് കേക്ക് എന്ന് പറയുന്നത്. അവിടെ ഉണ്ട്, മേടിക്കണ്ട. ഇല്ലെങ്കിൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കാൻ പഠിക്കും. നമ്മൾ സബ്വേയിൽ നിന്ന് ഒരു സബ് വാങ്ങിക്കാന്ന് ഓർത്ത് കേട്ടോ. കാരണം ഫ്ലൈറ്റിൽ നമുക്ക് വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സബ് മേടിക്കാൻ പോവാണ്. ഇനി കറക്റ്റ് 1 മണിക്കൂറും കൂടെ ഉള്ളൂ ഫ്ലൈറ്റിന്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോകും. കാരണം കുറേ അവൻ്റെ ആ ബാഗ് കണ്ടില്ലേ, ബാക്ക് പാക്ക്, അതിൻ്റെ അകത്ത് നിറച്ച് സാധനങ്ങളുണ്ട്. ലൈക്ക് ബാറ്ററി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കണം. പിന്നെ 2 ലാപ്ടോപ്പ് ഉണ്ട്, ക്യാമറ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഭയങ്കര ജസ്റ്റ് നൈസാണ്. നമ്മുടെ ഹാൻഡ് ക്യാരി എല്ലാം സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞു. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട്. ബോർഡിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിബിനിപ്പോൾ കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോയിക്കോ. 7-7.5 മണിക്കൂറുണ്ട് ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വെള്ളം വേണം. അതുകൊണ്ട് നമ്മൾ empty കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ നിറയ്ക്കുകയാണ്. അയ്യോ, എനിക്ക് ഫ്ലൈറ്റ് കണ്ടിട്ട് ഞാൻ ഇത്രയും സ്കൂട്ടിൻ്റെ ഇത്രയും വലിയ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കേട്ടോ കയറാൻ പോകുന്നത്. അപ്പോൾ ഈ സെയിം ഫ്ലൈറ്റിന് തന്നെയാണ് നിബിൻ ലാസ്റ്റ് ടൈം പോയെന്നാണ് ആൾ പറയുന്നത്.
ഫിനിഷ് ഓൾറെഡി. ജെയിൻ കേവ് അല്ലേടാ? സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ എയർപോർട്ടും അതുപോലെ തന്നെ കൺവീനിയൻസ് ഫെസിലിറ്റീസും വൈസ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ടിന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുമ്പം തിരിച്ച് സിംഗപ്പൂരിലേക്ക് തന്നെയാണ് വരുന്നത്. ആ ഒരു എന്താ പറയുക, കൺവീനിയൻസ്, ഹോംലി ഫീൽ അല്ലെങ്കിൽ കംഫർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എടുക്കുമ്പം തിരിച്ച് നമുക്കിനി സിഡ്നിയാണ് നമ്മുടെ ഹോം ആകേണ്ടതെന്നും എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കയറിയ വഴി തന്നെ ഇമിഗ്രേഷൻ്റെ പേപ്പറെല്ലാം ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്തു കേട്ടോ. അവർ തരുന്ന ഓപ്ഷനിൽ അറിയാൻ പാടില്ലാത്ത എല്ലാ ഐറ്റംസിനും ഞങ്ങൾ എസ് ഇടുകയാണ് ചെയ്തത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് കുംപോ ചിക്കൻ റൈസാണ്. തരക്കേടില്ലാത്തൊരു മീലെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നോർമലി നമ്മുടെ ഫ്ലൈറ്റുകളിൽ കിട്ടുന്ന മീലിൻ്റെ അത്ര സ്റ്റാൻഡേർഡൊന്നും ഇല്ലായിരുന്നു, എന്നാലും വിശപ്പിന് അതൊക്കെ മതി കേട്ടോ. അപ്പോൾ ലോങ് ജേർണിയും ലോങ് ഫ്ലൈറ്റും ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ടൈം കിട്ടിയപ്പം ഇറങ്ങി നമ്മുടെ എയർ ഹോസ്റ്റസ്മാർ ഇരിക്കുന്നിടത്തൊക്കെ പോയി നിൽക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ മാത്രമല്ല, അങ്ങനെ കുറേ പേര് അതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ലോങ് അവേഴ്സ് ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പാടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി ഒരു ഏജൊക്കെ ആയി കഴിയുമ്പോൾ. അങ്ങനെ ഫൈനലി നമ്മൾ സിഡ്നിയിൽ ലാൻഡ് ചെയ്തപ്പം ഈവനിങ് ആയിരുന്നു, ഓൾറെഡി സൺസെറ്റൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ സിഡ്നി കാണാൻ കൊതിച്ചിരുന്നിട്ട് ഞാൻ വന്നപ്പം രാത്രി ആയതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്തു. ഇനി അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആ കൗണ്ടറിലേക്ക് എത്തുമ്പോഴാണ്. അങ്ങനെ ഞാൻ സിഡ്നി ലാൻഡ് ചെയ്തു. വെൽക്കം ടു സിഡ്നി. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗൊക്കെ വരുന്നത് സിഡ്നിയിൽ നിന്നായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് സിഡ്നി വന്നത്. ഓസ്ട്രേലിയൻ മലയാളികളായി, സിംഗപ്പൂർ മലയാളികളല്ല. അതെ, സിംഗപ്പൂർ ടു ഓസ്ട്രേലിയ ട്രാൻസിഷനായി. പിന്നെ നമുക്ക് നമ്മുടെ പെട്ടികളൊക്കെ കണ്ടുപിടിക്കണം. അത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാമെന്നാട്ടോ പറഞ്ഞത്. കസിൻ്റെ ഹസ്ബൻഡും കൂടെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്ത് വിവരമൊക്കെ പറയണം. അങ്ങനെ അവർ പിക്ക് ചെയ്ത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ക്യൂവിൻ്റെ അവസാനം നമുക്ക് കൗണ്ടറിലെത്തി അവരെല്ലാം ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ലഗേജൊക്കെ ഓൾറെഡി വന്ന് കിടപ്പുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞും പോയില്ല, നമുക്ക് ഒരു ഫൈനോ അങ്ങനെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണോ, നടന്നു പോകണോ? എല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കസിനെ കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ അറിയില്ലാത്തൊരു നാട്ടിൽ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലല്ലേ. അവർ നമ്മളെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ്. ട്രാഷ് ക്യാനിൽ വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞ് വെള്ളം കമ്മത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര എന്താണ്, ഇവിടെ ഷൂ ഇട്ടാൽ മതിയോ? പലതുകാലം വെച്ചൊന്നും അല്ല ഞാൻ കയറിയത്. ഞാൻ തോന്നിയ പോലെ അങ്ങ് കയറി കേട്ടോ. ഇതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ കട്ടിൽ കേട്ടോ. ഇവിടുത്തെ റൂം സൈസ് നമ്മുടെ സിംഗപ്പൂരിലെ വീട്ടിനേക്കാളും ചെറുതാണ്. മാസ്റ്റർ ബെഡ്റൂം. പക്ഷെ എനിക്ക് തണുക്കുന്നു. ഫുൾ സ്ക്രീൻ ഇട്ട് കിടക്കണം. ഞാനിത് ഫാൻ ഇവനെ കൊണ്ട് ഇടിപ്പിക്കില്ല. ഈ ബാസ്കറ്റ് വാങ്ങിച്ചതാ? ഇനി മുതൽ നിനക്ക് ഈ സ്ഥലം തരും. ഇവിടെ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ കുറേ. എവിടെ കൊണ്ട് എന്റെ തുണി വെക്കട്ടെ? ഇവിടെ ലൈറ്റ് ഉണ്ടോ? ഇനി എവിടെ ഞാൻ എന്റെ തുണി വെക്കുന്നത്? ഞാൻ ആഡംബര ജീവിതമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നു കുളിച്ചു. ഇവൻ ഭയങ്കര അഹങ്കാരമാണ്, തണുക്കുന്നില്ല. നന്നേ എനിക്ക് തണുക്കുന്നുണ്ട്. ഞാൻ തണുപ്പിൻ്റെ ഫുൾ കൈയൊക്കെ ഇട്ടു. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ.
പിന്നെ ഞങ്ങൾ വിശന്നപ്പം ആക്ച്വലി നമ്മുടെ എൻ്റെ കസിനാണ് കേട്ടോ വന്നത് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. അവളും അവളുടെ ഹസ്ബൻഡുമാണ് വന്നത്. അവർ ചോറും കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് സേവ് ചെയ്ത് വെച്ച് നാളെ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ലൈറ്റായിട്ട് വിശക്കുന്നതുകൊണ്ട് നമ്മൾ ബർഗർ കിങ്ങിൽ നിന്ന് ഓർഡർ ചെയ്തു. ഈ കഴിച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങണം. ഈ വീട്ടിൽ അങ്ങനെ അധികം സാധനങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഡൈനിങ് ടേബിളും കണ്ടോ, ഒരു കുഞ്ഞൊരു ഡൈനിങ് ടേബിളും അതുപോലെ ഒരു ജസ്റ്റ് നൈസിന് ഒരു ക്യൂൻ ബെഡും ഒക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് വീടൊക്കെ വിശദമായിട്ട് പിന്നീടുള്ള വീഡിയോസിൽ കാണാം. കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ സിഡ്നിയിൽ കണ്ടിട്ടില്ല സിഡ്നി. ഞാൻ ജസ്റ്റ് നമ്മുടെ രാത്രി ആയതുകൊണ്ട് വീടിൻ്റെ വെളിയിലുള്ള ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുള്ളൂ. ഇനി നമുക്ക് ഹായ്ക്കുട്ടനെ വിളിക്കണം. അവിടെ എന്തായി കാണോ അതൊക്കെ വിളിച്ച് സംസാരിച്ച് നമുക്ക് കിടന്നുറങ്ങണം. എന്നിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ നമ്മൾ കാണും. പിന്നെ സിഡ്നിയിൽ നമ്മളും പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ പറഞ്ഞു തരിക. ഫോർ എക്സാമ്പിൾ എവിടെയാണ് നമുക്ക് ഫർണിച്ചറൊക്കെ കുറച്ച് ചീപ്പായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ എവിടെ നിന്നാണ് ചീപ്പായിട്ട് കിട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞു തരണം. ഇപ്പം നമുക്കറിയാവുന്നൊരു ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇക്കിയാണ്. അത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് പറയുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ വേറെയും കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മൾ സൂക്ഷിക്കേണ്ടതും. അല്ലെങ്കിൽ ഒരു ജോബ്, ഞാനിപ്പം ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സോ അങ്ങനെ എന്തെങ്കിലും എന്ത് പീസ് ഓഫ് ഇൻഫർമേഷൻ ആണെങ്കിലും നമുക്കത് യൂസ്ഫുള്ളാണ് അറ്റ് ദിസ് സ്റ്റേജ്. അപ്പം മടിക്കാണ്ട് അതൊക്കെ ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഫ്രം സിഡ്നി.